ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് റംസാൻ 7. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ നമ്മുടെ കുടുംബത്തായിരുന്നേ. എല്ലാവരും ഒത്തുകൂടിയോണ്ട് തന്നെ ഇന്നത്തെ ഇവിടെ സ്പെഷ്യൽ സേമിയ പായസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ അമ്മച്ചിയാണ് ഇതുണ്ടാക്കുന്നത്. ആദ്യം തന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിക്കയൊക്കെ വറുത്ത് കോരി വെച്ചു. പിന്നെ അതിലോട്ട് സേമിയ ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. സേമിയ ഒക്കെ നല്ല വറുത്ത് വരുമ്പോഴത്തേക്കിന് കുറച്ച് നെയ്യൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുക, റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുതിർത്ത് വെച്ചേക്കുന്ന ചവ്വരി ചേർത്ത് വീണ്ടും 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതൊന്ന് തിള വരുമ്പോഴത്തേക്കിന് പാല് ചേർക്കുന്നുണ്ട്. ഒരു ഏകദേശം നമ്മൾ 1/2 ലിറ്റർ കവറിൻ്റെ 6 കവറ് പാലും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കായും മിക്സിയിൽ ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ പൊടിച്ച് വെക്കുന്നുള്ളൂ. പിന്നെ ബാക്കി പഞ്ചസാരയൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെന്ത് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ സേമിയ കുറച്ച് കട്ടിയായിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്കിനും വീണ്ടും കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയും വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കഴിഞ്ഞാൽ പായസം റെഡിയായി. അപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു. ചോറ്, ബീഫ് കറി, പരിപ്പ്, മോര് ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ.